അൻവർ 9 കൊല്ലക്കാലമായി അൻവർ ഇവിടുത്തെ ജനപ്രതിനിധിയായിരുന്നു. എന്നിട്ടും അൻവറിന് ഇത്ര മാത്രമേ ചെയ്യാൻ പറ്റിയുള്ളൂ, അതിനപ്പുറം ചെയ്യാൻ പറ്റില്ല. നിലമ്പൂർ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ ടി സിദ്ദീഖ് MLA നമ്മോട് സംസാരിക്കുകയാണ്, മീഡിയയോട് സംസാരിക്കുകയാണ്. 10,000-ലധികം വരുന്ന ഭൂരിപക്ഷം. എങ്ങനെയാണ് ഈ വിജയത്തെ എങ്ങനെയാണ് ചുരുക്കി പറയാം? UDF പ്രതീക്ഷിച്ചതായിരിക്കുന്ന വിജയത്തിലേക്ക് UDF അടുത്തു. ചില മേഖലകൾ ഞങ്ങൾ പ്രയാസം അതിജീവിക്കാനുള്ള ശക്തമായ പ്രവർത്തനം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. ആ മേഖലകളൊക്കെ ഞങ്ങൾ കവർ ചെയ്തു. ദേശീയ നേതൃത്വം KC വേണുഗോപാൽ ഉൾപ്പെടെ പ്രിയങ്ക ഗാന്ധിയുടെ പര്യടനം, പാണക്കാട് തങ്ങളുടെ പ്രത്യേകമായ പര്യടനം, കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഇടപെടൽ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ KPC പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാവരുടെയും ഒരു നിര നല്ലതായ പ്രവർത്തനം, ഓരോ പഞ്ചായത്തിലെയും ബൂത്ത് തലത്തിൽ വരെയുള്ളതായിരിക്കുന്ന ഏകോപനം, പുറത്തുനിന്ന് കൊണ്ടുവരാനുള്ളതായിരിക്കുന്ന വോട്ടുകൾ, പോളിംഗ് ദിവസം ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന വോട്ടുകൾ, അത് മാർക്ക് ചെയ്ത് വേണ്ടതായിരിക്കുന്ന പ്രവർത്തനങ്ങൾ, UDF ഉപതെരഞ്ഞെടുപ്പിലെ ഏറ്റവും കൃത്യതയാർന്ന മാനേജ്മെന്റ് പ്രവർത്തനത്തിന്റെ ഉജ്ജ്വലമായ വിജയമാണ് ശ്രീ ആര്യാടൻ ഷൌക്കത്തിന്റെ ഈ മഹാവിജയം എന്നുള്ളത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, CPM പ്രവർത്തകന്മാർ, ആ CPM പ്രവർത്തകന്മാർക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് മാറ്റി വോട്ട് ചെയ്യാൻ പറ്റും എന്ന് അവർ പ്രൂവ് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് കാര്യമുണ്ട്. ആ കാര്യം CPM അനുഭാവികളും പ്രവർത്തകന്മാരുൾപ്പെടെ പൊതുസമൂഹം മുഴുവൻ ആഗ്രഹിച്ചത് 9 വർഷക്കാലമായിട്ടുള്ള ഈ ഭരണത്തിന് അന്ത്യം കുറിക്കാനുള്ള ഒരു ജനവിധിയുടെ പാഠം അവർക്ക് നൽകണം എന്നുള്ളതാണ്. എന്തിന് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു. ആ വോട്ട് അത് ബസ് ചാർജ് വർദ്ധിപ്പിച്ചതുൾപ്പെടെ കറണ്ട് ചാർജ് വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെ ഭരണവിരുദ്ധ വികാരം കൃത്യമായി പ്രതിഫലിച്ചു. മറ്റൊന്ന്, അവരുടെ പ്രധാനപ്പെട്ട ഭരണവിരുദ്ധ മേന്മയായിരുന്നില്ല അവർ എടുത്തു കാണിക്കാൻ ഉപയോഗിച്ചത്. അവർ എടുത്തു കാണിക്കാൻ ഉപയോഗിച്ച പ്രധാനപ്പെട്ട കാര്യം സാംസ്കാരിക പ്രവർത്തകന്മാരെ ഒക്കെ കൊണ്ടുവന്ന് ഒരു വായനയുടെ എഴുത്തിന്റെ ഒരു മേഖല അതിനേക്കാൾ കൂടുതലുണ്ടായിരുന്നത് ഷൌക്കത്തിനാണ്. പക്ഷെ ഈ ജനവിധി ഒരു കാര്യം കൂടെ തെളിയിച്ചു, യഥാർത്ഥ സാംസ്കാരിക പ്രവർത്തകർ നിലമ്പൂരിലെ പാവപ്പെട്ട കർഷകരാണ് എന്നും കൂടെ തെളിയിച്ച ഒരു ജനവിധിയാണ്. വഴിക്കടവിലടക്കം അൻവർ ഒന്ന് വിറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അൻവർ 9 കൊല്ലക്കാലമായി അൻവർ ഇവിടുത്തെ ജനപ്രതിനിധിയായിരുന്നു. എന്നിട്ടും അൻവറിന് ഇത്ര മാത്രമേ ചെയ്യാൻ പറ്റിയുള്ളൂ, അതിനപ്പുറം ചെയ്യാൻ പറ്റില്ല. മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം, അൻവർ പറഞ്ഞതായ രാഷ്ട്രീയം പൊതുസമൂഹം മുഖവിൽ കൊടുത്തു, UDF പറഞ്ഞ രാഷ്ട്രീയം മുഖവിൽ കൊടുത്തു. അത് പിണറായിസത്തെ തകർക്കാനുള്ളതായിരിക്കുന്ന മൂവ്മെന്റ്. ആ മൂവ്മെന്റിൽ ആര് ജയിക്കണം എന്നുള്ളത് ജനം കൃത്യമായി തീരുമാനിച്ചു, അവർക്ക് വോട്ട് ചെയ്തു. 15,000-ലധികം ഭൂരിപക്ഷം എന്നായിരുന്നു UDFന്റെ ആത്മവിശ്വാസം. അങ്ങേട്ട് എത്താൻ കഴിഞ്ഞിട്ടില്ല. അത് തൊട്ടടുത്തെത്തിയല്ലോ, ഒരു കാൽക്കുലേഷന്റെ തൊട്ടടുത്തെത്തിയല്ലോ. അപ്പൊ ഞങ്ങൾ നിരീക്ഷിച്ചതും ഞങ്ങളുടെ കാൽക്കുലേഷനും 90% ശരിയായി. മുഴുവൻ അബദ്ധവും വന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ്. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ വളരെ ഗൌരവത്തോടുകൂടി പറയാം. മൂത്തേടം പഞ്ചായത്തിൽ പല മേഖലകളിലും വീട് കയറിയ ആളാണ് ഞാൻ. ആ വീട് കയറുമ്പോൾ ക്രൈസ്തവ ജനവിഭാഗത്തിന്റെ വിശ്വാസികളായ സഹോദരന്മാരുടെ വീട്ടിൽ BJP പറഞ്ഞത് നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യരുത് എന്നാണ്. കോൺഗ്രസിന് നിങ്ങൾ വോട്ട് ചെയ്യരുത് എന്നാണ്. CPM അതേപോലെ തന്നെ BJPയും CPM തമ്മിലുള്ള കൃത്യമായിട്ടുള്ള അന്തർധാര ഈ തെരഞ്ഞെടുപ്പിലുണ്ടായി. അവർ ഒരുമിച്ച് പല കാര്യങ്ങളും എക്സ്ചേഞ്ചും പല രീതിയിലുള്ള കാര്യങ്ങളുണ്ടായി. അതിനെയൊക്കെ മാത്രമല്ല, ഒരു ഭരണകൂടം മുഴുവൻ ഈ നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്തു. തൃക്കാക്കര തെരഞ്ഞെടുപ്പ് പോലെ, പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് പോലെ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പോലെ ഒരു ഭരണകൂടം മുഴുവൻ. കേരളത്തിന്റെ മുഖ്യമന്ത്രി പോകാത്ത പഞ്ചായത്തില്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി പോകാത്ത മുനിസിപ്പാലിറ്റി ഇല്ല, മന്ത്രിമാർ വരാത്തതായ ഇടങ്ങളില്ല. പള്ളികൾ കയറിയിറങ്ങി, പള്ളികളിൽ ക്രൈസ്തവ ചർച്ചുകളിൽ അവരവർക്ക് ആവശ്യമുള്ളതായിരിക്കുന്ന ആളുകളെ കൊടുക്കുന്നു എന്ന പ്രതീതി ഉണ്ടാക്കി. ജമാഅത്ത് പള്ളികളിലും മദ്രസ കമ്മിറ്റികളിലും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കയറ്റി, ക്ഷേത്രങ്ങളിൽ അതിന് പറ്റുന്ന ആളുകളെയാണെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ധ്രുവീകരണ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുത്ത് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വിഷലിപ്തമായ വർഗീയ പ്രചരണത്തിനടക്കം ഇടതുപക്ഷം നേതൃത്വം കൊടുത്തു. അതിനെയൊക്കെ അതിജീവിച്ചാണ് UDFന്റെ ഈ മാസ്മരിക വിജയം. മുഖ്യമന്ത്രി അഞ്ച് പൊതുയോഗത്തിലും പറഞ്ഞത് ജമാഅത്ത് വെൽഫെയർ ബന്ധമായിരുന്നു. അതൊക്കെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞ എല്ലാ കാര്യങ്ങളും തള്ളി പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല, മുഖ്യമന്ത്രി നേരത്തെ ഏറ്റെടുത്തും കൈകാര്യം ചെയ്തും സാർവദേശീയ കാര്യങ്ങൾ സംസാരിച്ചും ഇടപെട്ടതായിരിക്കുന്ന വിഭാഗങ്ങളെ ഈ തെരഞ്ഞെടുപ്പിന്റെ പേരിൽ വർഗീയ ധ്രുവീകരണത്തിന് അദ്ദേഹം ഉപയോഗിച്ചു. അതിനെയൊക്കെ തള്ളിക്കളഞ്ഞു. ജനത്തിന്റെ പ്രശ്നം ജനകീയമായിട്ടുള്ള വിഷയങ്ങളാണ്, അവന്റെ ജീവൽ പ്രശ്നങ്ങളാണ്. ആ ജീവൽ പ്രശ്നങ്ങളെ മറിയിടാനാണ്
ഇവിടെ വർഗീയ ധ്രുവീകരണത്തിലൂടെ ഇടതുപക്ഷം ശ്രമിച്ചത്. അതിനൊക്കെ ഏറ്റ കനത്ത ആഘാതമാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം. ഞാൻ ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു, കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകന്മാരുടെ നീണ്ട നിര ഓരോ ആളുകളെ എടുത്തു കാണിച്ച് ഇവരാണ് നിലമ്പൂരിലെ ജനതയുടെ പ്രതിനിധികൾ എന്ന രീതിയിൽ അവർ വരുത്തി തീർത്തു. ഒരു കാര്യം വ്യക്തമായി, നിലമ്പൂരിലെ ജനതയാണ് യഥാർത്ഥ സാംസ്കാരിക പ്രവർത്തകർ. മലയോര ജനതയുടെ ജീവൽ പ്രശ്നങ്ങളാണ് സാംസ്കാരിക പ്രവർത്തകർ എഴുതേണ്ടതും പ്രവർത്തിക്കേണ്ടതും എന്നുള്ളത് കൂടെ തെളിയിക്കപ്പെട്ടു. ഭരണവിരുദ്ധ വികാരം കൃത്യമായി പ്രകടമായി എന്ന് വ്യക്തമാക്കിയാണ് ടി സിദ്ദീഖ് എം.എൽ.എ.